സിനിമയുടെ പേര് നിർണയം. ഇറങ്ങിയ വർഷം 1995. യോധ, ഗാന്ധർവം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സംഗീത് ശിവൻ മോഹൻലാൽ കോംബോയിൽ വന്ന മൂന്നാമത്തെ സിനിമ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോഹൻലാൽ ചിത്രങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ടോപ്പ് 5-ൽ നിൽക്കുന്ന ഒരു സിനിമയാണ് നിർണയം. അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എന്റെ കുട്ടിക്കാല നൊസ്റ്റാൾജിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സിനിമയാണിത്. പണ്ട് സൂര്യ ടിവിയിൽ ഉച്ചയ്ക്ക് 1:30 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന മൂവി ടൈമിൽ പല ആവർത്തി സംപ്രേഷണം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണിത്. ഇതിൽ മോഹൻലാൽ ആംബുലൻസ് ജമ്പ് ചെയ്യുന്ന ആ സീൻ ഇതേ മൂവി ടൈമിന്റെ പരസ്യത്തിലും ഉണ്ടായിരുന്നു. പണ്ട് സൂര്യ ടിവിയിൽ ഒരു ഫോൺ ഇൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതിന്റെ പരസ്യത്തിൽ മലയാളത്തിലെ മുഖ്യ മുൻനിര താരങ്ങളെല്ലാം ഫോൺ എടുത്ത് ഹലോ എന്ന് പറയുന്ന ബിറ്റുകൾ മിക്സ് ചെയ്തുകൊണ്ടായിരുന്നു. ഈ പരിപാടിയുടെ പേര് അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യുക. സോ ഈ പരസ്യത്തിൽ മോഹൻലാൽ ചാടി വീണ് ഫോൺ എടുത്ത് ഹലോ എന്ന് പറയുന്ന ബിറ്റ് അത് ഈ സിനിമയിൽ നിന്ന് എടുത്തതാണ്. കുട്ടിക്കാലത്ത് ഈ സിനിമ എനിക്ക് അത്രയും ഇഷ്ടപ്പെടാനുണ്ടായിരുന്ന കാരണം ഇതിലെ ഫൈറ്റ് സീൻസുകളും പിന്നെ ആ ചേസിംഗ് സീനുകളുമായിരുന്നു. പിന്നീട് വീണ്ടും ഈ സിനിമ കാണുമ്പോഴൊക്കെ എന്നെ ഇംപ്രസ് ചെയ്യിക്കുന്ന എന്തെങ്കിലും എലമെന്റ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഡോക്ടർ റോയ് എന്ന മോഹൻലാലിന്റെ കഥാപാത്രം. ഇതിലെ ഫൈറ്റ് സീനുകൾ, ഇമോഷണൽ രംഗങ്ങൾ, കോമഡി സീൻസ് എല്ലാം അദ്ദേഹം വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഷോർട്ട് ടെമ്പർ ആയിട്ടുള്ള ഒരു സർജൻ. അതിനുവേണ്ടി അദ്ദേഹം കൊടുത്തിട്ടുള്ള മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ആൻഡ് മാനറിസം ഇന്ത്യൻ സിനിമയിൽ വേറെ ഒരു നടനും ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോക്ടർ കഥാപാത്രം ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. സോറി, വേണമെങ്കിലല്ല, ഉറപ്പായിട്ടും പറയാം. ഇതിൽ രതീഷ് ചെയ്ത വില്ലൻ കഥാപാത്രമായ ഡോക്ടർ മാർക്കോ, ജഗദീഷിന്റെ വി ഡി അയ്യർ, ദേവൻ ചെയ്ത ഡോക്ടർ മേനൻ, പിന്നെ ബേബി ഷാമിലി ചെയ്ത പാർക്കുട്ടി എന്ന കഥാപാത്രം, ഇവയെല്ലാം വളരെ നന്നായിരുന്നു. ആൻഡ് കമ്മീഷണർ ജാവേദ് ഖാൻ. ലാലു ലക്സിന്റെ ടോട്ടൽ കരിയർ അദ്ദേഹത്തിന് കിട്ടിയുള്ള ഒരു ഹീറോയ്ക്കുള്ള കഥാപാത്രമായിരുന്നു ഈ സിനിമയിലെ ജാവേദ് ഖാൻ എന്ന കഥാപാത്രം. ഇതിൽ മോഹൻലാലിന്റെ കഥാപാത്രം ചെയ്യുന്ന ഹീറോയിസം എല്ലാം അദ്ദേഹത്തിന്റെ സാഹചര്യം കൊണ്ടാണെങ്കിൽ ജാവേദ് ഖാന്റെ ഹീറോയിസം അത് ബൈ നേച്ചറാണ്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ക്രൈമുകളെ ബേസ് ചെയ്തുള്ള സംഗീത് ശിവന്റെ കഥയ്ക്ക് ചെറിയാൻ കൽപ്പകവാടി എഴുതിയ ഗ്രിപ്പിംഗ് ആയ തിരക്കഥ. പിന്നെ ഈ സിനിമയിലെ ആക്ഷൻ രംഗങ്ങളും ചേസ് സീനുകളും കൊറിയോഗ്രാഫ്ഡ് ബൈ ദ ലെജൻഡ് സൂപ്പർ സുബ്ബരായൻ. ഇതേ വർഷം തന്നെ പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ മറ്റൊരു അടിപൊളി കഥാപാത്രമായ സ്റ്റീഫൻ ഡൊണാൾഡ്. ഈ കഥാപാത്രത്തിന് വേണ്ടിയും ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത് സൂപ്പർ സുബ്ബരായനാണ്. ഈ സിനിമയിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ചേസിന് വേണ്ടി അത്യാവശ്യം നല്ല ബജറ്റ് ആയിട്ടുണ്ടെന്ന് നമുക്കത് കണ്ടാൽ മനസ്സിലാവും. ഇതിൽ ഡോക്ടർ റോയ് എന്ന കഥാപാത്രം ജയിൽ ചാടുന്ന സമയത്ത് അദ്ദേഹം സഞ്ചരിക്കുന്ന ആ ജയിൽ വാൻ അത് മറിയുന്ന സീനിൽ അതിന്റെ ഒരു മിനിയേച്ചർ മോഡലാണ് ഈ സീനിൽ മറച്ചിടുന്നത്. അതെന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ കുട്ടിക്കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചിട്ടുള്ള വില്ലൻ ഒറ്റക്കൈനായ ഇഷ്തി. ഈ ക്യാരക്ടറിനെ കുറിച്ചും ഈ സിനിമയിലെ മറ്റ് എലമെന്റ്സിനെ കുറിച്ചും നമുക്ക് ഇതിന്റെ പാർട്ട് 2-ൽ സംസാരിക്കാം.